കൊൽക്കത്ത ചരിത്രം ജീവിക്കുന്ന ഒരു നഗരം. ഓരോ വഴിയിലും ഓരോ കഥ, ഓരോ കെട്ടിടത്തിലും ഒരു കാലം. കാലം മുന്നോട്ട് പോയാലും കൊൽക്കത്ത ഇന്നും അതിന്റെ ചരിത്രം ജീവിപ്പിക്കുന്നു. ദിസ് ഇസ് ജെറൻ വിത്ത് യു. വെൽക്കം ടു ലൈഫ് ഇൻ ഫ്ലോ സ്റ്റോറീസ്. ഹായ് ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഞാനിപ്പോൾ കൊൽക്കത്തയിലാണ്. ആക്ച്വലി ഞാനിവിടെ വേറൊരു പർപ്പസിന് വേണ്ടി ഒരു ടീമായിട്ട് വന്നതാണ്. കുറച്ച് ദിവസം കൊൽക്കത്തയിലുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നതിൻ്റെ തലേ ദിവസമാണ്. പോകുന്നതിന് മുമ്പേ ഒരു ചെറിയൊരു സിറ്റി ടൂർ ചെയ്താലോ എന്ന് തോന്നി. അതുകൊണ്ട് ഇതൊരു പ്ലാൻഡ് ട്രിപ്പല്ല, ബട്ട് ലാസ്റ്റ് ഡേ ബ്രേക്ക് കിട്ടിയ സമയത്ത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഞങ്ങളെ സിയാൽഡ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്തു. അവിടുന്ന് സിറ്റി ടൂറിന് കൊണ്ടുപോയപ്പോൾ എടുത്ത വിഷ്വൽസാണ്. ആദ്യം ഞങ്ങൾ ചെന്നത് ദ മദർ ഹൗസ് ഇൻ കൊൽക്കത്ത, വിച്ച് ഈസ് ദ ഗ്ലോബൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ മിഷണറീസ് ഓഫ് ചാരിറ്റി, അല്ലെങ്കിൽ നമ്മുടെ മദർ തെരേസ ജീവിച്ച സ്ഥലം. ഇത് ആക്ച്വലി ഒരു സ്മോൾ ചാപ്പലിനാണ്. കുറേ ടൂറിസ്റ്റുകാർ പ്രാർത്ഥിക്കാനും അല്പസമയം ഇവിടെ ധ്യാനിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഇതിൻ്റെ അകത്ത് തന്നെയാണ് മദർ തെരേസയെ അടക്കിയിരിക്കുന്നത്. We can see that white marble tomb. ഇവിടെ ഏറ്റവും പവർഫുള്ളായി തോന്നിയത് മദർ തെരേസ ജീവിച്ച ഈ റൂമാണ്. 1950 മുതൽ 1997 വരെ, അതായത് അവർ മരിക്കുന്നത് വരെ, this is the place where she lived and where she planned for the charity works. ഈ റൂമിൽ കുറച്ചു നേരം നിൽക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും: സിമ്പിളായി ജീവിച്ചാൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ആൻഡ് ദ ആൻസർ ഇസ് ആബ്സല്യൂട്ട്ലി യെസ്. ഇവിടെ ഇത് മാത്രമല്ല, ഒരു ചെറിയ മ്യൂസിയം ഉണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ക്യാമറ ഇസ് നോട്ട് അലൗഡ് അവിടെ. ബട്ട് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്ലേസ് ആണ്. അവിടെ നമുക്ക് മദർ തെരേസ കിട്ടിയ ആക്ച്വൽ നോബൽ പ്രൈസസ് കാണാം, ഭാരത് രത്ന അവാർഡ് കാണാം, അവരുപയോഗിച്ച ചെപ്പൽ, സാരീസ്, അങ്ങനെ എല്ലാം. കൊൽക്കത്തയിൽ വരുന്നുവെങ്കിൽ ഡോണ്ട് മിസ് ദിസ് പ്ലേസ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തോട്ട് യാത്ര തിരിച്ചു. ഇതാണ് D42 എന്ന് പറയുന്ന ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ കൊൽക്കത്ത ആൻഡ് ഓൾസോ ഇൻ ദ ഈസ്റ്റേൺ ഇന്ത്യ. നെക്സ്റ്റ് ഞങ്ങൾ എത്തിയത് വിക്ടോറിയ മെമ്മോറിയലാണ്. ഇന്ത്യയുടെ വൈസ്രോയ് ആയിരുന്ന ലോർഡ് കാർസൺ ആണ് ക്വീൻ വിക്ടോറിയയുടെ മരണശേഷം ഇങ്ങനെ ഒരു മെമ്മോറിയൽ പ്രപ്പോസ് ചെയ്തത്. 1906 കൺസ്ട്രക്ഷൻ സ്റ്റാർട്ടാക്കി 1921 പണി കഴിപ്പിച്ചതാണ് ഈ മെമ്മോറിയൽ. ഓൾമോസ്റ്റ് 20 ഇയേഴ്സ് എടുത്തു ഫോർ ദ കൺസ്ട്രക്ഷൻ. ഈ വിക്ടോറിയ മെമ്മോറിയലിനെ ഫേമസ് ആക്കുന്നത് ആക്ച്വലി ഇന്ത്യൻ ആൻഡ് ബ്രിട്ടീഷ് ആർക്കിടെക്ചർ സ്റ്റൈൽസ് ബ്ലെൻഡ് ചെയ്ത കൺസ്ട്രക്ഷൻ കൊണ്ടാണ്. താജ്മഹലിൽ യൂസ് ചെയ്തേക്കുന്ന സെയിം മക്രാന മാർബിൾ ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. എ പ്രീമിയം, ഹൈലി ഡ്യൂറബിൾ ആൻഡ് 100% നാച്ചുറൽ വൈൽഡ് സ്റ്റോൺ വിച്ച് ഇസ് ക്വാറേഡ് ഇൻ രാജസ്ഥാൻ. ഈ പാലസിൻ്റെ ഉള്ളിൽ ഓൾമോസ്റ്റ് 25 ഗാലറീസ് ഉണ്ട്. which includes the Royal Gallery, the National Leaders Gallery, the Portrait Gallery, the Central Hall,
the sculptural gallery, and also the arms and armory gallery. ഈ പാലസിന്റെ പണി നടക്കുമ്പോഴുള്ള എല്ലാ ഫോട്ടോസും നമുക്കിവിടെ കാണാൻ കഴിയും. ഈ പാലസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഹാളിൻ്റെ സെൻറ്ററിലുള്ള ക്യൂൻ വിക്ടോറിയയുടെ 16 ഫീറ്റ് ഹൈറ്റ് ഉള്ള ബ്രോൺസ് സ്റ്റാച്യു ആണ്. അതുപോലെ നമുക്ക് പഴയ ഇൻഡോ ബ്രിട്ടീഷ് എറയുടെ റിയൽ ഡോക്യുമെന്റ്സും ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ടോപ്പ് ഫ്ലോറിൽ നമ്മൾ പോകുമ്പോൾ ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഫോട്ടോസ്, ദെയർ ഫ്രീഡം സ്ട്രഗിൾ, അതിനെക്കുറിച്ചുള്ള പെയിൻറ്റിങ്സ്, ഡോക്യുമെൻറ്റ്, ഫ്ലാഗ് അതെല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ പാലസിന്റെ വെളിയിൽ നോക്കുമ്പോൾ ആ മെമ്മോറിയലിന്റെ ഏറ്റവും ടോപ്പിൽ കാണുന്ന സ്റ്റാച്യു ആണ് ദ ഏഞ്ചൽ ഓഫ് വിക്ടറി. അതാണ് ഈ ഡോമിന്റെ ഏറ്റവും ഹൈലൈറ്റ്. ഇതിന് താജ് ഓഫ് രാജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 65 ഏക്കേഴ്സ് ഓഫ് ഗാർഡന്റെ നടുവിലാണ് ഈ പാലസ് നിർമ്മിച്ചേക്കുന്നത്. കൊൽക്കത്തയിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ മിസ് ചെയ്യാനോ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇവിടുത്തെ ട്രാം സർവീസ്. 1902 തുടങ്ങിയതാണ് കൊൽക്കത്തയിലെ ഈ ട്രാം സർവീസ്.
ഓൾസോ ഏഷ്യാസ് ഓൾഡസ്റ്റ് ട്രാം നെറ്റ്വർക്കാണ്. കാണുമ്പോൾ നല്ല കൗതുകം ഉണ്ടെങ്കിലും അതുപോലെ നമുക്ക് വിഷമം വരുന്ന ഒരു കാര്യമാണ്, ഇനി ആകെ കുറച്ച് ട്രാംസ് മാത്രമേ നിലവിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. ഈ ട്രാം ഓടിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേകതയാണ്. ആക്സിലേറ്ററും ബ്രേക്കും എല്ലാം കൈകൊണ്ടുള്ള പ്രവർത്തനമാണ്. എന്നാൽ ഏറ്റവും കാണാൻ രസം പുള്ളി ആ ബെല്ലടിക്കുന്നതാണ്. കാല് വെച്ചാണ് അതിൻ്റെ പ്രവർത്തനം. കാർ ഓടിക്കുന്നതിനെക്കാട്ടിലും ക്ഷമ വേണം ഈ ട്രാം ഓടിക്കാൻ. അതുപോലെ ഒരു കെയോസാണ് കൊൽക്കത്ത ട്രാഫിക്. പക്ഷേ ദ സ്ലോ മൂവ്മെൻറ്റ്, ദ സിറ്റി വ്യൂസ് ആൻഡ് മോർ ഓവർ ദ ഓൾഡ് സോൾ ഓഫ് കൊൽക്കത്ത എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ട്രാൻസ്പോർട്ടേഷനാണ് ഈ ട്രാം സർവീസ്. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ എത്തിയത് ചെറുപ്പത്തിൽ സ്കൂൾ ടെക്സ്റ്റിലൊക്കെ കണ്ട ദ ഗ്രേറ്റ് ഹൗറ ബ്രിഡ്ജിലാണ്. ഇന്ന് ഡയറക്റ്റായി കണ്ടപ്പോഴാണ് ദ ആർക്കിടെക്ചറൽ ബ്രില്യൻസ് ഇൻ ദ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ നമുക്ക് മനസ്സിലാകുന്നത്. ഹൂഗ്ലി റിവറിൻ്റെ മുകളിലൂടെ 1937 സ്റ്റാർട്ട് ചെയ്ത് 1942 കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആക്കിയ കാന്റിലിവർ ബ്രിഡ്ജാണ് ഹൗറ ബ്രിഡ്ജ്. അതായത് രണ്ട് സൈഡിൽ നിന്നും ബിൽഡ് ചെയ്ത് മിഡിൽ ഓർ താഴെ സപ്പോർട്ടില്ലാതെ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഡിസൈനാണ് കാന്റിലിവർ ബ്രിഡ്ജ്. ഏകദേശം 26,500 ടൺസ് ഓഫ് സ്റ്റീലാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. വേൾഡ് വാർ II സപ്ലൈസ് ആൻഡ് മിലിറ്ററി മൂവ്മെൻറ്റ്സിന് വേണ്ടി ഈ ബ്രിഡ്ജ് ഒരു വലിയ റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. ഹൗറ ബ്രിഡ്ജിൻ്റെ അടിവശവും ഗ്രാൻഡ്യൂറും പ്രോപ്പറായി കാണാൻ വേണ്ടി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബോട്ടിംഗ് സർവീസ് ഉണ്ട്. ആക്ച്വലി നോർമൽ ഗവൺമെൻറ് ബോട്ടിംഗ് സർവീസാണ്. ഹൂഗ്ലി റിവറിലൂടെ ഹൗറ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടി ബോട്ടിൽ പോകാൻ പറ്റും. ബോട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. ആക്ച്വലി ഈ ബോട്ടിംഗ് വൺ ടൈം എക്സ്പീരിയൻസ് ആണ്. നൈറ്റ് വ്യൂവിൽ എസ്പെഷ്യലി ഹൗറ ബ്രിഡ്ജ് വേറൊരു ലെവൽ തന്നെയാണ്. നോർമലി ഈവനിങ് ആകുമ്പോൾ ഇവിടെ ലൈറ്റ് ഷോ ഉണ്ടാവും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ വന്നിരുന്ന ആ ദിവസം ആ ലൈറ്റ് പ്രോഗ്രാം ഇല്ലായിരുന്നു. എന്നാൽ ബോട്ടിങ്ങിൽ നിന്ന് കാണുന്ന ഹൗറ ബ്രിഡ്ജ് സ്റ്റിൽ സ്പെഷ്യലാണ്. ഡിഫറെൻ്റ് ആംഗിൾ ആൻഡ് ഡിഫറെൻറ്റ് ഫീലിംഗ്.
In 1965, in respect to Rabindranath Tagore, it was renamed to Rabindra Setu. പക്ഷേ ഇപ്പോഴും എല്ലാവരും ഇത് ഹൗറ ബ്രിഡ്ജ് എന്ന് തന്നെയാണ് പറയുന്നത്. ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടി പോകുമ്പോൾ ആ മാസീവ് കൺസ്ട്രക്ഷൻ ക്ലോസപ്പിൽ കാണാൻ പറ്റും. ഇത് ആക്ച്വലി ഒരു വൺ ഡേ എക്സ്പീരിയൻസ് മാത്രമാണ്. ഫുൾ കൊൽക്കത്ത കാണാൻ ഒരു ദിവസം മാത്രം പോരാ. കാരണം അതുപോലെ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ആൻഡ് ബിൽഡിങ്സ് ഇവിടെയുണ്ട്. ഓൾസോ ദിസ് സിറ്റി ഹാസ് എ ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈൽ, എസ്പെഷ്യലി ഇൻ ദ നൈറ്റ് ലൈഫ്. കൊൽക്കത്ത ഈസ് നോട്ട് ജസ്റ്റ് എ പ്ലേസ്, ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. See you in another video. God bless you.